ഈ വർഷത്തിലെ 7ാമത്തെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 1. ഈ മാസത്തിലെ പ്രധാന ഫിനാൻഷ്യൽ അപ്ഡേറ്റ്സ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. UPI ഉപയോഗത്തിൽ വന്ന മാറ്റം, പാൻ കാർഡ് അപേക്ഷയിൽ വന്ന മാറ്റം, അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റിന്റെ വില ഉയർന്നിട്ടുണ്ട്, അതിൽ എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത്, ട്രെയിൻ ബുക്ക് ചെയ്യാൻ വന്ന മാറ്റങ്ങൾ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന മേജർ 5 അപ്ഡേറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ അപ്ഡേറ്റ് ആണ്, ഇനി മുതൽ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. മുൻപ് നമുക്ക് പാസ്പോർട്ടോ അതുമല്ലെങ്കിൽ വോട്ടർ ഐഡിയോ നൽകി പാൻ കാർഡിന് അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷേ ഇനി മുതൽ അത് നടക്കില്ല. 2025 ജൂലൈ 1 മുതൽ, അതായത് ഇന്ന് മുതൽ ഇനി മുതൽ പാൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇനി പുതുതായി പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളും ഇത്തരത്തിൽ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഒരു വട്ടം പോയി നിങ്ങളുടെ ആ ഒരു പെട്രോളിന്റെ തുകയും നിങ്ങളുടെ സമയവും വേസ്റ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് കരുതുക. നിങ്ങളുടെ ആ ഒരു പാൻ കാർഡ് അപ്ലൈയിങ് പ്രോസസ് വളരെ ഈസി ആക്കുക. ഈ മാസത്തിൽ വന്ന രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്, ITR ഫയലിംഗ് അവസാന തീയതി നീട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ITR ഫയൽ ചെയ്യേണ്ട അവസാനത്തെ തീയതി ജൂലൈ 31 വരെയായിരുന്നു. പക്ഷെ ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ സെപ്റ്റംബർ 15 വരെ ITR ഫയൽ ചെയ്യാനുള്ള ദിവസം നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാവകാശമായി നിങ്ങളുടെ ITR ഫയൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്, നമ്മളെ എല്ലാവരെയും ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് ആയി നമ്മൾ പറയാൻ പോകുന്നത് തൽക്കാൽ ട്രെയിൻ ടിക്കറ്റിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും തൽക്കാൽ ട്രെയിൻ ടിക്കറ്റിനെ ആശ്രയിക്കുന്നവരാണ്. കാരണം നമ്മൾ ഒരു 2 മാസത്തിന് മുമ്പെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യൻ പോപ്പുലേഷൻ അത്രയേറെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ട്രെയിൻ ബുക്ക് ചെയ്യുമ്പോഴോ അതും അല്ലെങ്കിൽ ബസ്, എന്തും യാത്രയ്ക്കുള്ള എന്തും ഫ്ലൈറ്റും എന്തും ആകട്ടെ, നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു സീറ്റ് കിട്ടാതെ പോകുന്നു. പക്ഷേ ചിലർക്ക് വളരെ അത്യാവശ്യമായി അവശ്യ സമയത്ത് യാത്ര ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു തൽക്കാൽ ടിക്കറ്റിനെ ആശ്രയിക്കുന്നത്. പക്ഷെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, തൽക്കാൽ ടിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ബ്രോക്കർമാർ അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ ആയിട്ട് ഒരാൾ നിന്ന് ആ ഒരു സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ ബൾക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവർ ആ ഒരു കസ്റ്റമേഴ്സിന് കൊടുത്ത് കൂടുതൽ പണം വാങ്ങുന്നു. അപ്പോൾ സാധാരണ ആവശ്യക്കാർക്ക്, സാധാരണ പാസഞ്ചേഴ്സിന് ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാൻ കഴിയാതെ പോവുകയും അവർക്ക് ആ ഒരു ടിക്കറ്റ് ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി മുതൽ ഈ ഒരു പുതിയ നിയമത്തിലൂടെ അത്തരത്തിൽ ആ ഒരു ബ്രോക്കർമാർക്ക് ഒരു പണിയാണ് കിട്ടാൻ പോകുന്നത്. സാധാരണ പാസഞ്ചേഴ്സിനും ഇനി നമുക്ക് തൽക്കാലിലൂടെ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്, ആധാർ കാർഡ് OTPയിലൂടെ മാത്രമേ നമുക്കിനി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നമ്മളുടെ ആ ഒരു മൊബൈൽ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് നമ്പർ നൽകുകയും അതിൽ നിന്ന് ലഭിക്കുന്ന OTP, ആ ഒരു ഫോണിൽ നമുക്കൊരു OTP വരികയും ആ ഒരു OTP നമ്പർ നൽകിയ ശേഷം മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്രോക്കർമാർക്ക് ഇത്തരത്തിൽ ബൾക്കായിട്ട് ടിക്കറ്റ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ സാധാരണ യാത്രക്കാർക്ക് ഇതൊരു ബെനിഫിറ്റ് ആണ്. കാരണം അവർക്ക് ആ ഒരു സമയത്ത് ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. അത് മാത്രമല്ല, ഇനി മുതൽ തൽക്കാൽ ബുക്കിംഗിന്റെ ആ ഒരു വിൻഡോ തുറന്ന് ആദ്യത്തെ 30 മിനിറ്റിൽ ആ ഒരു ബ്രോക്കർമാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ്, ആ ഒരു സമയമാകുമ്പോൾ തന്നെ ആ ഒരു ബ്രോക്കർമാർ ബൾക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യും, ബാക്കിയുള്ളവർക്കൊന്നും ബുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇനി മുതൽ അതൊന്നും പറ്റില്ല. ആ ഒരു ബുക്കിംഗ് സൈറ്റ് ഓപ്പൺ ആയി 30 മിനിറ്റിന് ശേഷം മാത്രമേ ബ്രോക്കർമാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നാലാമതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്, ട്രെയിൻ ടിക്കറ്റിന്റെ വില കൂട്ടിയിരിക്കുകയാണ്. എത്ര രൂപയാണ് ടിക്കറ്റിന്റെ വില കൂടിയിരിക്കുന്നത് എന്ന കാര്യം പറയുന്നതിന് മുമ്പ് ഇപ്പോൾ പറഞ്ഞ അപ്ഡേറ്റുകളെക്കാളും എല്ലാ കാര്യങ്ങളെക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മളുടെ കുടുംബത്തിന്റെ സുരക്ഷയും അതുപോലെ തന്നെ നമ്മളുടെ സുരക്ഷയും കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ കുടുംബം, നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ടേം ഇൻഷുറൻസ്. നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് 2 കോടി രൂപയുടെ കവറേജ് ആണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല, മാസാമാസം വെറും 600 രൂപ മുതൽ 700 രൂപ നൽകിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് 2 കോടി രൂപയുടെ, നിങ്ങളുടെ കുടുംബത്തിന് 2 കോടി രൂപയുടെ ലൈഫ് കവർ ലഭിക്കുന്നു.
ലഭിക്കുന്നു. അത് മാത്രമല്ല 15% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നു. അതുപോലെ തന്നെ ക്ലെയിം അസിസ്റ്റൻസും ലഭിക്കുന്നു. ഈ ഒരു പേജിൽ 51-ലധികം ഇൻഷുറൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. കാരണം നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ മറ്റാർക്കും മനസ്സിലാകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എത്ര രൂപ വരെയാണ് കവറേജ് വേണ്ടത് എന്നിങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായി അനലൈസ് ചെയ്ത് ഈ ഒരു പേജിൽ നിന്ന് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു. നമ്മളുടെ കുടുംബത്തെ നമ്മൾ സേഫ് ആക്കി, അവരുടെ സേഫ്റ്റി എല്ലാം നമ്മൾ ഉറപ്പാക്കി. അപ്പോൾ നമ്മളുടെ കാര്യമോ? നമുക്ക് എന്തെങ്കിലും അപകടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ ഒരു അപകടം വരികയും നമ്മളുടെ സേവിങ്സും നമ്മളുടെ സാലറിയും എല്ലാം നൽകി നമ്മളുടെ ലൈഫ് സ്പോയിൽ ആകുന്നതാണോ, നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതാണോ ബെറ്റർ ഓപ്ഷൻ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് സേഫ്റ്റി ആക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് കാണാൻ സാധിക്കും. മാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നൽകുകയാണെങ്കിൽ 1 കോടി രൂപയുടെ കവറേജ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല 25% വരെ ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. അതുപോലെ തന്നെ 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും നടത്താം. ഇതിലും 51-ലധികം ഇൻഷുറൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് കവർ ഏതാണെന്ന് കണ്ടെത്തി അതിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റായി കോൾ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്താണെന്ന് കേട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 4ാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഇനി മുതൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ അധിക പണം നൽകേണ്ടി വരും. ടിക്കറ്റിന്റെ ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോൺ AC ക്ലാസുകൾക്ക് പെർ കിലോമീറ്ററിന് 1 പൈസ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ AC ക്ലാസുകൾക്ക് പെർ കിലോമീറ്ററിന് 2 പൈസയും കൂട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ AC ക്ലാസ്സിൽ 500 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 10 രൂപ അധികം നൽകേണ്ടി വരും. അതുപോലെ തന്നെ ഇനി യാത്രയ്ക്ക് 8 മണിക്കൂറിന് മുമ്പ് ഫൈനൽ യാത്രയുടെ ആ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അവസാന സമയത്ത് നമുക്ക് സീറ്റ് മാറിയിരിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റിയും ഇനി മുതൽ ഉണ്ടായിരിക്കുകയില്ല. ഇനി ഈ മാസത്തെ 5ാമത്തെ മേജർ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. UPI ട്രാൻസാക്ഷൻ റീഫണ്ട് വളരെ വേഗത്തിലാക്കിയിരിക്കുകയാണ്. നോർമലി നമ്മൾ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ UPI വഴി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ റീഫണ്ടിന് കുറച്ച് താമസം ഉണ്ടാകും. പക്ഷെ ഇനി മുതൽ അത്തരത്തിലുള്ള താമസം ഒന്നും തന്നെ ഉണ്ടാകില്ല. വളരെ വേഗം തന്നെ നമ്മളുടെ റീഫണ്ട് നമുക്ക് നേടാൻ സാധിക്കും. അതായത് നിങ്ങൾ ഓൺലൈനായി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും മാറി പണം അയച്ചു കൊടുക്കുകയോ ചെയ്താൽ ആ ഒരു ട്രാൻസാക്ഷൻ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ആ ഒരു സമയം വളരെ വേഗത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ സമയം സേവ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു UPI ട്രാൻസാക്ഷൻ കൂടുതൽ ആക്യുറേറ്റും അതുപോലെ തന്നെ ട്രാൻസ്പെറന്റും ആക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തെ 5 മേജർ ഫിനാൻഷ്യൽ അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ തന്നെ UPI ട്രാൻസാക്ഷനിൽ വന്ന മാറ്റം, പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യം എന്നിങ്ങനെയുള്ള 5 മേജർ അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അതുമല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബോസ്വാല ആപ്പ്. നിങ്ങൾക്ക് അതിലൂടെ ബിസിനസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെന്ററിനെ ഡയറക്റ്റായി വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ വീഡിയോസും ചെയ്യാവുന്നതാണ്. ബോസ്വാല, ബി ദ ബോസ്.